നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. സിനിമയും രാഷ്ട്രീയവും സമൂഹവും ബ്ലെൻഡ് ചെയ്ത ജീവിതം കാണണമെങ്കിൽ നമ്മൾ തമിഴകത്തേക്ക് തന്നെ പോകണം. അതെന്നെ ഓർപ്പിച്ചത് പ്രശസ്ത സംവിധായകൻ ഭാരതിരാജ 84-ാമത്തെ വയസ്സിൽ ആരോഗ്യമൊക്കെ നശിച്ച് കേൾവി ശക്തി കുറഞ്ഞ് സംസാരിക്കാൻ ബുദ്ധിമുട്ടായി ഒരു രോഗാവസ്ഥയിൽ കിടന്നിട്ട് അദ്ദേഹം 84-ാം വയസ്സിൽ യാത്ര പറഞ്ഞപ്പോൾ പോലും തമിഴക സിനിമ മുഴുവൻ ആ വലിയ മനുഷ്യനെ കാണാനായി അവസാന യാത്രയപ്പ് നൽകാനായി അവിടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി വിജയ് മുതൽ രജനീകാന്ത്, കമൽഹാസൻ മുതൽ ആ നിശ്ചലമായി കിടക്കുന്ന ഭാരതിരാജയുടെ മുന്നിൽ വന്ന് വടിവേലുവിനെ പോലെ ഒരാൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. എത്ര പേരാണ് ആ വലിയ മനുഷ്യനെ യാത്ര അയക്കാനായി വന്നത്. 84-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ബുധനാഴ്ച മരിക്കും വരെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കരുതിയത് ഭാരതിരാജ, ഇളയരാജ, എസ് പി ബാലസുബ്രഹ്മണ്യം, രജനീകാന്ത്, കമൽഹാസൻ ഇവരെല്ലാവരും സമകാലികരാണ് എന്നായിരുന്നു, സമപ്രായക്കാരാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇവരിൽ ഏറ്റവും ചെറുപ്പക്കാരൻ ഭാരതിരാജയായിരുന്നു എന്നാണ് അദ്ദേഹം സിനിമയിൽ സജീവമായി നിന്നപ്പോൾ എനിക്ക് തോന്നിയത്. അദ്ദേഹം മരിച്ചപ്പോഴാണ് ഈ പറഞ്ഞ പേരുകാരിൽ ഏറ്റവും സീനിയർ അദ്ദേഹമാണെന്നും ഇവരിൽ ഏറ്റവും ജൂനിയർ കമൽഹാസനാണെന്നും എനിക്ക് മനസ്സിലായത്. ഇളയരാജയ്ക്കിപ്പോൾ 83 വയസ്സായി. അപ്പോൾ ഭാരതിരാജയേക്കാൾ ഒരു വയസ്സ് എളുപ്പം. എസ് പി ബാലസുബ്രഹ്മണ്യം ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 80 വയസ്സായനെ. രജനീകാന്തിന് ഇപ്പോൾ 76 വയസ്സായി. കമൽഹാസന് 70 വയസ്സേ ആയുള്ളൂ. 40 സിനിമകൾ സംവിധാനം ചെയ്ത പ്രതിഭയായിരുന്നു ഭാരതിരാജ. 50 വർഷം തമിഴക സിനിമാ രംഗത്തെ അധിപനായിരുന്നു ഭാരതിരാജ. നമ്മുടെ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത, രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത, മോഹൻലാൽ നായകനായ തുടരും എന്ന് പറഞ്ഞ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫൈറ്റ് മാസ്റ്റർ പളനിസ്വാമിയായി ഭാരതിരാജയുടെ പ്രകടനം രസകരമായിരുന്നു. അപ്പോഴും ഞാൻ ഈ 84 വയസ്സുള്ള മനുഷ്യനാണ്, അല്ലെങ്കിൽ 83, അപ്പോഴും 83 അല്ലെങ്കിൽ 82 വയ്ക്കാം, 82 വയസ്സുള്ള മനുഷ്യനാണ് ഈ വേഷം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയില്ല. ഷണ്ട് മാസ്റ്റർ ത്യാഗരാജൻ മാസ്റ്ററിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നല്ലോ. നല്ല പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ച. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കണം. തമിഴകത്തിനെ ഇങ്ങനെ പിടിച്ച് നെഞ്ചിലേക്ക് അടുപ്പിക്കുന്ന പോലെയാണ് അദ്ദേഹം പ്രസംഗിക്കാറ്. നമ്മുടെ കെ ജയകുമാർ IAS അച്ഛൻ M കിഷൻ നായർ സാറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു ഭാരതിരാജ എന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഭാരതിരാജയ്ക്ക് 2 മക്കളാണ്. മകൻ മനോജ് ഭാരതിയും മകൾ ജനനി ഐശ്വരി. ഭാരതിരാജ സംവിധാനം ചെയ്ത താജ്മഹൽ എന്ന ചിത്രത്തിൽ നായകനായിരുന്നു മകൻ മനോജ് ഭാരതി. പടം രക്ഷപ്പെട്ടില്ല. കഴിഞ്ഞ വർഷം മകൻ ഹൃദ്രോഗം മൂലം ഈ ലോകം വിട്ടുപോയി നനച്ചിരിക്കാതെ. അതും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചിരിക്കാം. ഒരു മകനല്ലേ ഉള്ളൂ, അത് പോയി. വേഗത്തിൽ അദ്ദേഹം രോഗിയായത് അതിലൂടെ ആയിരിക്കാം. 1977 16 വയതിലെ എന്ന തൻ്റെ ആദ്യ ചിത്രത്തിലൂടെ തമിഴ് സിനിമയിൽ വിപ്ലവം സൃഷ്ടിച്ച സംവിധായകനാണ് ഭാരതിരാജ. മുതൽ മര്യാദൈ, വേദം പുതുത്, മൺവാസனை, ചുവപ്പ് റോജാക്കൾ, കാതലോവിയം, കറുത്തമ്മ, അലൈകൾ ഓയ്വതില്ലേ, നിഴൽകൾ, പുതിയ വാർപ്പുകൾ, കൊടി പറക്കത്, ടിക് 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 തുടങ്ങി ശ്രദ്ധേയമായ ഒരു പിടി സിനിമകൾ സംവിധാനം ചെയ്ത ആളാണ് ഭാരതിരാജ. ഈ ടിക് 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 എന്ന് പറഞ്ഞ പടത്തിൽ രാധ, സ്വപ്ന, മാധവി ഇവരാണ് അഭിനയിച്ചത്. ഒരു ഫോട്ടോഗ്രാഫറുടെ കഥയാണ്. കമൽഹാസനാണ് നായകൻ. വൾഗാരിറ്റി എന്ന് തോന്നിപ്പിക്കാവുന്ന വിധത്തിൽ നാമമാത്രമായ വസ്ത്രം ധരിച്ച് മാധവി ആ പടത്തിൽ അഭിനയിച്ചത് അത്ഭുതമായിരുന്നു എനിക്ക് ആ കാലത്ത്. എനിക്ക് തോന്നുന്നു ഭാരതിരാജയുടെ സിനിമ ആയതുകൊണ്ടായിരിക്കാം അവരങ്ങനെ നഗ്നയായി അഭിനയിക്കുന്നത് പോലെ അഭിനയിച്ചത്. രാധിക, നമ്മുടെ അംബികയുടെ അനുജത്തി രാധ, രേവതി, രഞ്ജിത, പ്രിയാമണി, പിന്നെ രേഖ, സുകന്യ,
നെപ്പോളിയൻ, രവി, കാർത്തിക് തുടങ്ങി ഒരു പിടി പുതുമുഖങ്ങളെ അവതരിപ്പിച്ചത് ഭാരതരാജയാണ്. 25ഓളം സിനിമകളിൽ, തുടരും മാത്രമല്ല 25ഓളം സിനിമകളിൽ, തമിഴ് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. പ്രിയദർശൻ സംവിധാനം ചെയ്ത താളവട്ടം പ്രിവ്യൂ കാണാനായി ഭാരതരാജയെ ക്ഷണിച്ചു. അദ്ദേഹം പ്രിവ്യൂ കണ്ടിട്ട് പ്രിയദർശനോട് ചോദിച്ചത്, കമൽഹാസനോളം അഭിനയിക്കാൻ അറിയാവുന്ന നടൻ നിങ്ങളുടെ ഭാഷയിലും ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിശയത്തോടെ ചോദിച്ചത്. അങ്ങനെ മിടുക്കരായ ആർട്ടിസ്റ്റുകൾ നിങ്ങളുടെ സിനിമയിലും ഉണ്ടല്ലേ, നിങ്ങളുടെ മലയാളത്തിലും ഉണ്ട്. ആ മോഹൻലാലുമായിട്ടാണ് തുടരും എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചത്. 84 വയസ്സ്, അനാരോഗ്യം, ഒരുപാട് അസുഖങ്ങൾ, മകൻ അകാലത്തിൽ പൊലിഞ്ഞ വേദന, എല്ലാം കൂടി ഒരുപാട് ഇനി കിടക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത്രയും ശയ്യ അവലംബനായിപ്പോയി ഭാരതരാജ. ആ വലിയ സംവിധായകന് 16 വയതിനിലെ അല്ലെങ്കിൽ ചുവപ്പ് റോജാക്കളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ഈ സിനിമ എടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ അതിശയിപ്പിച്ച സംവിധായകനാണല്ലോ. തീർച്ചയായും സമ്മതിക്കണം, ഒരു അത്രയും മികച്ച സംവിധായകനായിരുന്നു. തമിഴകത്തെ ഒന്നാം നിര സംവിധായകരിൽ ഒന്നാമനായിരുന്നു ഭാരതരാജ എന്ന് ഞാൻ പറയും. ആ വലിയ മനസ്സിന്, ആ വലിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നീതിക്ക് വേണ്ടി സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആര് പോയി കഴിഞ്ഞാലും പണവും സ്വാധീനവും ഉള്ള ആളുകൾക്ക് അവർ വിചാരിക്കുന്ന തരത്തിലേക്ക് ഒരു കേസിനെ മാറ്റിമറിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. പോലീസിനെതിരെ ഞാൻ പരാതി കൊടുക്കുമ്പോൾ പോലീസുകാർ എന്തായാലും ആ പരാതി ഏറ്റെടുക്കുമെന്നുള്ള യാതൊരു ശുഭപ്രതീക്ഷയും ഇല്ലാതെ തന്നെയാണ് ഞാൻ ആ പരാതി കൊടുത്തത്. ഇതിൽ ഒന്നാമത്തെ കാര്യം ആലോചിക്കേണ്ടത്, SI രേഷ്മ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ മുൻപ് കാണുകയോ പരിചയമുള്ള ആളോ വൈരാഗ്യമുള്ള ആളോ ഒന്നുമല്ല. SI രേഷ്മയ്ക്കെതിരെ ഞാൻ പരാതിപ്പെടുമ്പോൾ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പരാതിപ്പെട്ടത്. ഞാൻ ആദ്യമായിട്ട് SI രേഷ്മയെ കാണുന്നത് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വെച്ചിട്ടാണ്. അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഞാൻ എന്തിന് ഇല്ലാത്തൊരു പരാതി കൊടുക്കണം? എന്നെ അവർ മാനസികമായി പീഡിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പരാതി കൊടുത്തത്. ഇപ്പൊ ഞാൻ ചാനലുകളിലെല്ലാം കാണുന്നുണ്ട്, അൻസിബ കൊടുത്ത പരാതിയിൽ കഴമ്പില്ല, അതുപോലെ ലക്ഷ്മിപ്രിയ കൊടുത്ത പരാതിയിലും കഴമ്പില്ല എന്ന്. അപ്പോ ലക്ഷ്മിപ്രിയ കൊടുത്ത പരാതിയിൽ കഴമ്പില്ലായിരുന്നു എങ്കിൽ കഴമ്പില്ലാത്തൊരു പരാതിയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരാളാണോ SI രേഷ്മ? അങ്ങനെ കഴമ്പില്ലാത്തൊരു പരാതിയുടെ പുറത്ത് എന്നെ എന്തിന് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വിളിച്ചു വരുത്തി അപമാനിച്ചു? ഞാൻ 10:30 10:45 കണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞാൻ കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിലെ രജിസ്റ്റർ ബുക്കിൽ പേര് എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ആ പേജ് അവർ കീറി മാറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ അവിടെ ചെന്ന സമയത്തിന് തെളിവുണ്ട്. രണ്ടാമത്തെ കാര്യം, എന്നെ കൊണ്ട് ഖേദപ്രകടനം നടത്തിയ പേപ്പറിൽ എഴുതി ഒപ്പിടിപ്പിച്ചു. ആ പേപ്പറിന്റെ ഫോട്ടോ ഞാൻ എന്റെ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്നത് 3 മണിക്ക് ശേഷമാണ്, 3:10 ഐഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ എടുക്കുന്ന ഡേറ്റും സമയവും കൃത്യമായിട്ട് അതിലുണ്ടാവും. അപ്പൊ അതിനർത്ഥം ഞാൻ ഈ 10:30 10:45 മുതൽ 3:10 വരെ ഞാൻ അവിടെ ഉണ്ട്. അത്രയും നേരം എന്നെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്താനും എന്നെ ഇങ്ങനെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കാനും എന്നെ കൊണ്ടൊരു മാപ്പ് എഴുതി ഒപ്പിടിപ്പിക്കാനും ഉണ്ടായ സാഹചര്യം എന്താണ്? അപ്പൊ കഴമ്പില്ലാത്തൊരു പരാതിയുടെ പുറത്ത് ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് SI രേഷ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്? SI രേഷ്മയോടൊപ്പം പരാതിക്കാരിയായിട്ടുള്ള ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ജയേഷുമാണ് എന്നെ ഇന്ററോഗേറ്റ് ചെയ്യുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ആണിത് സംഭവിച്ചതെന്ന് ആലോചിക്കണം. എന്റെ മൗലിക അവകാശത്തെയാണ് ചോദ്യം ചെയ്തത്. എനിക്കില്ലാത്ത എന്ത് അവകാശമാണ് ലക്ഷ്മിപ്രിയയ്ക്കും ജയേഷിനും വനിതാ SI രേഷ്മയ്ക്കും ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഫണ്ടമെന്റൽ റൈറ്റിനെയാണ് ചോദ്യം ചെയ്തത്. ആ ഫണ്ടമെന്റൽ റൈറ്റിന് ചോദ്യം ചെയ്തതിനെതിരെയാണ് ഞാൻ ACPക്ക് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും ACPക്ക് ഞാൻ പോയി മൊഴി കൊടുക്കുകയും ചെയ്തത്. അപ്പോ ഒരു FIR പോലും ഇടാതെയാണ് ACPക്ക് പോലും ഞാൻ മൊഴി കൊടുക്കേണ്ടി വന്നത്. അപ്പോ കൃത്യമായിട്ടുള്ള ഒരു നിയമ സംവിധാനം ഇവിടെ നടപ്പിലാകുന്നില്ല എന്നതിന്റെ തെളിവല്ലേ അത്? ഉറപ്പായിട്ട് നിയമ നടപടിയിലേക്ക് തന്നെ ഞാൻ പോകുന്നത്. ഞാൻ കോടതി. നമസ്കാരം. ഇന്ന് രാവിലെ ഒരാളെന്നെ വിളിച്ചിട്ട് പറയാ, സാറേ സാറിൻ്റെ പഴയ സ്പാർക്ക് വീണ്ടും തിരിച്ചു വന്നു, സാർ വീണ്ടും ആക്റ്റീവായി അല്ലേ സാറേ? ഞാൻ എപ്പോഴും ആക്റ്റീവാണെന്നേ. പക്ഷെ അവർ പറയുന്നത് നമ്മുടെ ചാനൽ ഇടയ്ക്ക് തണുത്തു പോയി എന്നാണ്. തണുത്തു പോകാനൊരു പ്രധാന കാരണം വഴിയെ പോകുന്നവന്മാരെല്ലാം എൻ്റെ പേര് കേസ് കൊടുക്കുന്നു. കോടതി കയറി ഞാൻ മടുത്തു. പൈസ പോകുന്നതും സമയം പോകുന്നതും മാത്രമല്ല,
നമ്മൾ മാനസികമായി തളർന്നു പോകും അവിടെ പോയി നിൽക്കുമ്പോഴേ. കാരണം ജഡ്ജി നമ്മുടെ മുഖത്ത് പോലും നോക്കില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മളെ നോക്കുന്നത് ഏതോ വില്ലനെ നോക്കും പോലെയാണ്. അപ്പോൾ ജീവിതത്തിൽ ചില പ്രിൻസിപ്പിൾ വേണമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന നമ്മൾ കോടതിയിൽ പരിഹാസ്യനാവുന്നത് കാണുമ്പോൾ എന്തോ എനിക്ക് മടുത്തു കോടതി കയറി. ഇപ്പം തന്നെ ശബ്ദം വിറ്റ് ജീവിക്കുന്ന ആ സ്ത്രീ കൊടുത്തൊരു കേസ് 7 വർഷമോ 8 വർഷമായി ആ കേസ് കൊടുത്തിട്ട് ഇന്ന് വരെ കേസ് കോടതിയിൽ വായിച്ചിട്ടില്ല. കേസ് വായിക്കണമല്ലോ, വായിച്ചിട്ട് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണമല്ലോ, ഈ നേരം വരെ ചോദിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 8 വർഷം കൊണ്ട് ഞാൻ എത്ര മണിക്കൂർ കളഞ്ഞു, എത്ര രൂപ കളഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ കേസ് കൊടുത്ത സ്ത്രീക്ക് വല്ല നഷ്ടമുണ്ടോ? പലപ്പോഴും ഞാൻ ആലോചിക്കും അവരെ പേരിൽ ഒരു 10 കേസ് കൊടുക്കണമെന്ന്. പിന്നെ വിചാരിക്കും എന്തിനെന്നേ, നമ്മളെ രണ്ടുപേരുടെ അച്ഛൻ ഒരാളല്ലല്ലോ, ഞാനങ്ങ് കളയും. പക്ഷേ കോടതി കയറുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അങ്കമാലി പോയി ആ ബി സന്ധ്യ എന്ന് പറഞ്ഞ കാക്കി കിട്ടുകൊണ്ട് എന്തെല്ലാം കൊള്ളത്തരം കാണിക്കുമോ ആ കൊള്ളരുതായ്മകളെല്ലാം കാണിച്ച ആ സ്ത്രീ കൊടുത്തൊരു കേസ്. പോലീസിൻ്റെ കൃത്യനിർവഹണത്തിൽ ഇടപെട്ടു. അതിജീവിതയുടെ പേര് വാർത്ത വായിച്ചവൻ മനസ്സിലാക്കും വിധം പറഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ് കേസ്. അതിന് ആ വാർത്താ ചർച്ചയിൽ പങ്കെടുത്ത 4 പേരെ പേരിലും കൂടെ കേസെടുത്തു. അങ്കമാലിയിലൊക്കെ പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. പോട്ടെ, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പഴമക്കാർ പറയാറുണ്ട്. അമ്മ ഭരിച്ചിരുന്ന കുബുദ്ധികൾ മാത്രം ചിന്തിക്കുന്ന, നേരെ വാ നേരെ പോ എന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ഒരു കൂട്ടർ നിർണായകമായ ഒരു തീരുമാനം ഈ വരുന്ന 21-ാം തീയതി നടക്കാൻ പോകുന്ന വിശേഷാൽ ജനറൽ ബോഡിക്ക് മുൻപെടുക്കാൻ സാധ്യതയുണ്ട് എന്നറിയുന്നു. തീക്കൊള്ളി കൊണ്ടാണ് ചൊറിയുന്നത് എന്ന് ഞാൻ അഡ്വാൻസായി പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുത്ത, സംഘടനയ്ക്കായി നന്നായി പണിയെടുത്ത, ക്രിമിനൽ മൈൻഡുള്ളവർ പലതരത്തിൽ പണി കൊടുത്ത അൻസിബയെ അമ്മയിൽ നിന്നും പുറത്താക്കാൻ കൊണ്ടുപിടിച്ച ആലോചനകൾ നടക്കുകയാണ്. അൻസിബയെ അമ്മയിൽ നിന്ന് പുറത്താക്കണം. അമ്മ മുൻ പ്രസിഡൻ്റായിരുന്ന മോഹൻലാൽ പോലും ഒഴിഞ്ഞ ഇക്കഴിഞ്ഞ 3 ഭാഗങ്ങളിൽ ദൃശ്യത്തിൽ തൻ്റെ മൂത്ത മകളായി അഭിനയിച്ച അൻസിബയ്ക്കായി നിലകൊള്ളാൻ സാധ്യത കുറവാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അയാൾ അച്ഛ എന്ന് വിളിച്ച് 3 പാർട്ടിൽ അഭിനയിച്ചല്ലോ. ഇനി 4 5 കൊണ്ടെന്ന് മോഹൻലാൽ എന്നെ പറയുന്നു. അപ്പോൾ അതിലുമൊക്കെ അൻസിബ അഭിനയിക്കേണ്ടതാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പോലും ഒരു മോറൽ സപ്പോർട്ട് അൻസിബയ്ക്കില്ല. അങ്ങനെ മോറൽ സപ്പോർട്ട് കൊടുത്താൽ പുറത്താക്കാൻ വെമ്പൽ കൊള്ളുന്നവർ ലാലിനെതിരെ കഥകളുമായി വരാൻ ഒരു മടിയും കാണിക്കില്ല. അതിനുള്ള തൊലിക്കെട്ടിയുള്ളവരാണ് ഈ കൂട്ടർ എന്നും അറിയുന്നു. അതുകൊണ്ടായിരിക്കണം മോഹൻലാൽ പതുക്കെ ന്യൂട്രലിൽ നിൽക്കുന്നത്. തങ്ങളുടെ അനുഭവത്തിലുള്ള ഒരു 4 കഥ ഇന്നലെ 4 കഥ ഇതിലെ പ്രബലർ ഇന്നലെ ഒരു യൂട്യൂബറെ കൊണ്ട് പറയിച്ചിട്ട് മൗനി ബാബയായിട്ട് ഇരുന്നാൽ മതിയല്ലോ. മോഹൻലാലിനെയും അൻസിബിയും ചേർത്തൊരു 4 കഥ. അവിടെ ഒരുത്തമുണ്ടല്ലോ, എല്ലാത്തിലും കൈയേറി തലയിടുന്ന, അമ്മയിൽ വിഭാഗീയത വളർത്തുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ. ഇന്നോ നാളെ എന്തോ അവൻ്റെ ചാനലിൻ്റെ പേരിൽ ഒരു അവാർഡ് നിശ. മലയാള സിനിമയിൽ ഇനി ഞാനും അടൂർ ഗോപാലകൃഷ്ണ സാറും പിന്നെ ആരോ 2-3 പേരേ ഇല്ലാതുള്ളൂ. ബാക്കി എല്ലാവർക്കും അവാർഡുണ്ട്. ആദ്യമായിട്ട് അവാർഡ് കൊടുക്കുന്ന ഒരു ചാനൽ, ഒരു യൂട്യൂബ് ചാനൽ അവാർഡ് കൊടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പേടിയുണ്ട് അവൻ എന്തെങ്കിലുമൊക്കെ. അവൻ മറ്റേ ഇന്ത്യ വിഷനിലുണ്ടായിരുന്ന കാലം മുതലേ കൃമിയാണ്. അപ്പോൾ ക്രമിച്ചുകൊണ്ടേയിരിക്കും. ഇന്ത്യ വിഷനിലെ സത്യം പറഞ്ഞാൽ നികേഷ് കുമാറിനെ വഴിതെറ്റിച്ചതിൽ ഒരു നിർണായകമായ പങ്ക് ഈ മഹാനുണ്ട്. പിന്നെ കുറേ കാലം റിപ്പോർട്ടറിലും. ഇപ്പോൾ ഒരു യൂട്യൂബ് ഏതൊക്കെയോ ചാനൽ തുടങ്ങി. ഇടയ്ക്ക് അതിന് എന്തോ പ്രശ്നത്തിൽ അവിടെ നിന്ന് മാറും, അടുത്തൊരെണ്ണം തുടങ്ങും. അങ്ങനെ തുടങ്ങി പോയി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചാനലിൻ്റെ പേരിൽ ഒരു അവാർഡ് കൊടുക്കുകയാണ് എറണാകുളത്ത്. ഇന്നോ നാളെയാണ് വലിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അവനൊരു 4 കഥ ചോർത്തി കൊടുത്തിട്ട് മൗനി ബാബകളെ പോലെ ഇരുന്നാൽ മതിയല്ലോ ഈ കമ്മിറ്റിയിലുള്ളവർ. ആ രംഗം മോഹൻലാൽ ചിലപ്പോൾ മനസ്സിൽ കാണുന്നുണ്ട് എന്ന് തോന്നുന്നു. മോഹൻലാലിനും ഉണ്ട് അവാർഡ്. ഇവനെ പേടിച്ച് പോകുമായിരിക്കും. മോഹൻലാലിനെ 3 ഭാഗങ്ങളിൽ അച്ഛ എന്ന് വിളിച്ച് അഭിനയിച്ച അൻസിബയോടൊപ്പം മോഹൻലാൽ നിൽക്കില്ല. ന്യായം ആ കുട്ടിയുടെ പക്ഷത്താണോ എന്ന് ചോദിച്ചപ്പോൾ ന്യായമായും നീതിപൂർവവും അമ്മയിൽ ആര് നോക്കുന്നു എന്ന മറുചോദ്യമാണ് ഉയരുന്നത്.
ന്യായം ആ കുട്ടിയുടെ ഭാഗത്തല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ച് ചോദിച്ചവരൊക്കെ പറഞ്ഞത് ന്യായമൊക്കെ അൻസിബയുടെ ഭാഗത്താണ്. പക്ഷെ നമ്മൾ മറ്റേ കൂതറകളുടെ കൂടെ നിൽക്കൂ. എസ് പിക്ക് ACPക്കൊക്കെ നല്ല നമസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമല്ല. അതിൻ്റെ കൂടെയൊക്കെ നിൽക്കുള്ളൂ. കാരണം അല്ലെങ്കിൽ മുട്ടം തെറി വിളിച്ച് കണ്ണപ്പൊടിച്ചളയും, കള്ളക്കേസ് കൊടുത്ത് കണ്ണപ്പൊടിച്ചളയും. മനസ്സിൻ്റെ കൺട്രോൾ പോകുമ്പോൾ ഞരമ്പ് രോഗം ഉള്ള ആളുകൾ ഓരോരോ മെസ്സേജുകൾ കൂടെ പ്രവർത്തിക്കുന്ന കമ്മിറ്റി മെമ്പർമാരായ പെണ്ണുങ്ങൾക്ക് അയക്കും. അവർ ആ മെസ്സേജ് സൂക്ഷിച്ചു വയ്ക്കും. ഈ മണ്ടാൻ അറിഞ്ഞൂടാ അത് സൂക്ഷിച്ചു വയ്ക്കുമെന്ന്. ആവശ്യം വരുമ്പോൾ ആ മെസ്സേജ് എടുത്ത് ഭീഷണിപ്പെടും, മുഴക്കും. അതാണ് ഇപ്പോൾ അമ്മയിൽ നടക്കുന്നത്, എക്സിക്യൂട്ടീവിൽ നടക്കുന്ന അതാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുന്നതിനിടയിൽ അടുത്തിരിക്കുന്ന പെണ്ണിന് മെസ്സേജ് അയക്കും. അവളത് സൂക്ഷിച്ച് വച്ചേക്കും. യവനൊരു പണി കൊടുക്കാൻ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. ന്യായവും നീതിയും ജീവിതത്തിൽ വേണം. സംഘടന നന്നായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കമ്മിറ്റി മെമ്പറായ ഒരു നടൻ, അങ്ങനെ അയാളെ കാണാൻ പറ്റും. അങ്ങനെ നീതിയും ന്യായവും ഒക്കെ നടക്കണമെന്ന് വിശ്വസിക്കുന്ന ഇപ്പോഴുള്ള ഈ കമ്മിറ്റിയിലുള്ള ഒരു നടൻ, വലിയ പേരുദൂഷ്യമൊന്നും കേൾപ്പിക്കാത്ത കക്ഷിക്ക് ഒരിക്കൽ അല്പം കൺട്രോൾ പോയി. അടുത്തിരുന്ന കമ്മിറ്റി തരണിയോട് സുന്ദരിയാണല്ലോ നീ എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് വച്ചങ്ങ് കാച്ചി. ഇതിൻ്റെ വരുംവരായികൾ ആലോചിച്ചില്ല. തൊട്ടടുത്ത് തട്ടിയും തടവിയൊക്കെ ഇരുന്നപ്പോൾ തോന്നി ഇവക്കൊരു മെസ്സേജ് അയക്കാം, ഇവൾ വഴങ്ങുമെന്ന്. അപ്പോൾ പാതിരാത്രി അയച്ചതാണ്, സുന്ദരിയാണല്ലോ നീ. അവളത് തനിക്ക് വേണ്ടപ്പെട്ട അലവലാദികൾക്ക് കൈമാറി. ഇപ്പോൾ ശരിക്കും പെട്ടത് ഈ മാന്യനായ നടൻ, വേറെ ആരുമല്ല, ഈ നടൻ ശരിക്കും പെട്ടു. അമ്മയിൽ നടക്കുന്ന പോർവിളികളിൽ കക്ഷിയാകാതെ ഖിന്നനായി നിൽക്കുകയാണ് പുള്ളി. കാരണം മിണ്ടിയാൽ മറ്റേ മെസ്സേജ് എടുത്ത് പുറത്തിടും. പ്രതികരണം അല്ലെങ്കിൽ ഇവരുടെ ചെയ്തികൾ എങ്ങനെയുണ്ട്, പ്രതികരിച്ചാൽ ഈ സുന്ദരി മെസ്സേജ് പുറത്തു വരും. അതുകൊണ്ട് തന്നെ ആ നടൻ, മാന്യനായ ആ നടൻ മൗനിയായി. അമ്മയിലെ സകലമാന പ്രശ്നങ്ങൾക്കും ഒരു തരത്തിൽ പക്ഷം പിടിച്ച കൂതറകൾക്ക് നിർലോഭം പിന്തുണ നൽകി മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ച് സകല ചോരയും കുടിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഒരു യൂട്യൂബർ കൊച്ചിയിലുണ്ടല്ലോ, നടിയെ ആക്രമിച്ച കേസിൽ തരികിട വാർത്തകൾ സ്വയം സൃഷ്ടിച്ച് അന്ന് ജോലി ചെയ്തിരുന്ന ചാനലിൻ്റെ മുതലാളിക്ക് എത്തിച്ച് ദിലീപിനെ താറടിക്കാൻ വഴിയൊരുക്കിയ മഹാൻ. അമ്മയ്ക്കകത്ത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി എന്നും അമ്മയുടെ പ്രബലരായ അലവലാദികൾക്കൊപ്പം പക്ഷം പിടിച്ച് വാർത്തകൾ പടച്ചുവിടുന്ന യൂട്യൂബർ. ഇയാൾ അടുത്തിടെ ഒരു പാര പണിത് സ്റ്റോറിയാക്കി. മാലാ പാർവതിക്ക് വേണ്ടി വീഡിയോ വിഷ്വലുകൾ ചോർത്തി കുക്കു പരമേശ്വരൻ നൽകി എന്നായിരുന്നു സ്റ്റോറി. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ കണക്ക്. ഈ അലവലാതിയെ മൈൻഡ് ചെയ്യാത്ത, കമ്മിറ്റി മെമ്പർ പോലുമല്ലാത്ത മാലാ പാർവതിയെയും അമ്മ സെക്രട്ടറിയെയും ഈ തലതിരിഞ്ഞവനെ മൈൻഡ് ചെയ്യാത്ത കുക്കു പരമേശ്വരനെ ഒരു സ്റ്റോറിയിൽ കയറ്റി പൂട്ടുക. അതിനാണ് ഇല്ലാ കഥ സ്റ്റോറിയാക്കി വിട്ടത്. അമ്മയിലെ വോയിസ് മെസ്സേജ് എല്ലാം ചോർത്തി കുക്കു മാലാ പാർവതിക്ക് കൊടുത്തെന്ന് പറഞ്ഞാണ് സ്റ്റോറി ഉണ്ടാക്കിയത്. ഫാബ്രിക്കേറ്റഡായ പലവിധ വീഡിയോ ഓഡിയോ ഫയലുകൾ ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രമാണിപ്പോൾ അമ്മ ഓഫീസും അമ്മ കമ്മിറ്റി മെമ്പേഴ്സും. എന്ത് തെളിവെന്ന് പറയുന്ന സാധനം കിട്ടിയാലും ചൂടപ്പം പോലെ പറക്കുന്ന കാലമാണ്. തുല്യതയില്ലാത്ത ഒരു കമ്മിറ്റി മെമ്പർ പെങ്കൊച്ചിൻ്റെ ഒരു ഫാബ്രിക്കേറ്റഡ് വോയിസ് മെസ്സേജ് കമ്മിറ്റി മെമ്പറല്ലാത്ത എന്തിലും ഏതിലും കയറി അഭിപ്രായം പറയുന്ന ഒരു ചേച്ചി വഴി പുറത്തിറങ്ങിയിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിൽ വരെ ഈ ചേച്ചിയമ്മ ഈ വോയിസ് നോട്ട് കൊടുത്ത് വാർത്തയാക്കി. ഇതിൻ്റെ മറുവശത്തെ ആഡിയോ എതിർഭാഗത്തിൻ്റെ കയ്യിലും ഉണ്ടത്ര. ഇപ്പോൾ ഓഡിയോ വെച്ചാണ് കളി. എല്ലാവരിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇടാനുള്ള ഓഡിയോ ഉണ്ട്. എന്തായാലും ഈ ചേച്ചിയമ്മ ഒരു പക്ഷത്തിൻ്റെ രക്ഷകയായിട്ട് അങ്ങ് ഇറങ്ങി. അൻസിബ പറയുന്നതൊന്നും ശരിയല്ല, അൻസിബ ചെയ്യുന്നതൊക്കെ അമ്മയ്ക്ക് ദോഷം ചെയ്യുന്നവയാണ് എന്നൊക്കെ ദിവസവും ഇപ്പോൾ ചേച്ചിയമ്മ വച്ച് കാച്ചുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അമ്മയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മഹാൻ ഈ ചേച്ചിയമ്മയുടെ വാസസ്ഥലത്ത് ചെന്ന് ചേച്ചിയാണ് ചേച്ചി എന്നെ കാപ്പാത്തുങ്കോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയമ്മയുടെ കാലി കയറി പിടിച്ചത്രേ.
കാര്യം കാണാൻ ഏത് കഴുതക്കാലിലും പിടിക്കാമെന്ന് പണ്ടത്തെ ബുദ്ധി രാക്ഷസന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ടല്ലോ. അക്ഷരം പ്രതി പാലിക്കുകയാണ് ഈ വില്ലൻ. ചേച്ചിയാണ് ചേച്ചി, എൻ്റെ ചേച്ചി, ചേച്ചി ഇതിൽ ഇടപെടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി അങ്ങ് ഇറങ്ങി കുറേ വോയിസ് ക്ലിപ്പിങ്സുകളൊക്കെ ആയിട്ട്. അൻസിബയ്ക്ക് ഈ ക്ലിപ്പിങ്സ് എവിടെ നിന്ന് കിട്ടി, തുറന്നു പറ, നീ അത് ആർക്കൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഈ ചേച്ചിയമ്മ അട്ടഹാസം നടത്തുകയാണ്. മുഖ്യമന്ത്രി സതീശൻ എവിടെയെങ്കിലും ചാവടിയന്തരത്തിന് വന്നാൽ അവിടെ ക്യാമറ ഫ്രെയിമിൽ വരത്തക്ക വണ്ണം ആണിയടിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ വിവാദ നായകൻ. സ്വന്തം അപ്പൻ ചത്താൽ കരയാത്ത പ്രകൃതക്കാരൻ ഗ്ലിസറിനിടാതെ മടമടാ മുഖം പൊത്തി മരിക്കുന്നത് ആരായാലും അവിടെ നിന്ന് കരയും. മുഖം പൊത്തുന്നത് ചിരിക്കുന്നത് കാണാതിരിക്കാനാണെന്നാണ് അസൂയാലുക്കൾ പറയുന്നത്. കണ്ണട വച്ചിട്ട് മുഖം പൊത്തുന്ന എന്തിനെന്ന് എനിക്കറിഞ്ഞൂടെ. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും കണ്ണട പൊത്തി കരയുന്ന, അല്ല കണ്ണട വച്ചിട്ട് കരയുന്ന അവൻ മുഖവും കൂടെ പൊത്തുന്നത്. അത് ഈ ചിരിക്കുന്നത് ആരും കാണാതിരിക്കാനെന്നാണ് അസൂയാലുക്കൾ പറയുന്നത്. എന്തായാലും ചേച്ചിയമ്മ തനിക്ക് കിട്ടിയ ഓഡിയോ റിപ്പോർട്ടിലെ ആ തലതിരിഞ്ഞ പെണ്ണും പിള്ളയ്ക്കും ഏഷ്യാനെറ്റിലെ ഒരുവനും മാതൃഭൂമി ചാനലിനും ചോർത്തി നൽകി നിർവൃതി കൊണ്ടു. റിപ്പോർട്ടിലൊരു തലതിരിഞ്ഞ പെണ്ണും പിള്ള ഉണ്ടല്ലോ, അവൾക്കും ഏഷ്യാനെറ്റിലെ ഒരു റിപ്പോർട്ടർക്കും മാതൃഭൂമി ചാനലിനും ഈ ഓഡിയോ ചോർത്തി കൊടുത്തു. പിന്നാലെ ഇതിൻ്റെ അടുത്ത വേർഷൻ എതിരാളികൾ ഉടനെ എത്തിക്കുമെന്ന് പറയുന്നു. എത്തിച്ചോ എന്ന് എനിക്കറിയില്ല. ലൂസ് ടോക്കാണ് അല്ലെങ്കിൽ ലൂസ് ടോക്കറാണ് ഈ ചേച്ചിയമ്മ എന്ന് ഏതോ കഷ്ടകാല സമയത്ത് അമ്മയുടെ സെക്രട്ടറി പറഞ്ഞതിൻ്റെ പ്രതികാരം തീർക്കുകയാണത്രേ ചേച്ചിയമ്മ. എന്നെ ലൂസ് ടോക്കർ എന്ന് വിളിച്ച എവളുടെ പുക കണ്ടേ അടങ്ങൂ എന്ന ശബ്ദത്തിലാണത്രേ ചേച്ചിയമ്മ. അതിനെ എതിർപക്ഷക്കാർ നന്നായി ഉപയോഗിക്കുന്നു. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീരത്നം ലൂസ് ടോക്കർ ആണ് എന്ന് പറഞ്ഞത് കമ്മിറ്റി മെമ്പറായ ബുദ്ധിജീവിയും VD സതീശൻ്റെ അളിയനുമായി നടക്കുന്ന വികാരജീവിയാണ്. സെക്രട്ടറി അല്ല പറഞ്ഞത്. അക്കാര്യം വ്യക്തമായി അമ്മയുടെ പ്രസിഡന്റിനും അറിയാം. പക്ഷേ ഈ ചേച്ചിയമ്മയോട് ആരും പറയില്ല, അയ്യോ ചേച്ചി അത് ജനറൽ സെക്രട്ടറി അല്ല പറഞ്ഞത്, മറ്റേ ബുദ്ധിജീവി റിട്ടയർഡ് നെക്സലാണ് പറഞ്ഞത് എന്ന് പറയേയില്ല. അൻസിബ പറയുന്നതൊക്കെ പരദൂഷണമാണെന്ന് ആദ്യം കണ്ടുപിടിച്ചതും ഈ ചേച്ചിയമ്മ. എന്നാൽ അമ്മ കമ്മിറ്റിയെ വരച്ച വരയിൽ നിർത്തുന്ന 20 ലക്ഷം കക്കിയ മഹതി 2 നാൾ മുൻപും പറഞ്ഞു മത തീവ്രവാദികളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിക്കുന്നതെന്ന്. അൻസിബയുടെ പിന്നിൽ മത തീവ്രവാദികൾ, അതായത് മുസ്ലിം മത തീവ്രവാദികളാണ് കളിക്കുന്നതെന്ന് പഴയ സൈനബ ചേച്ചി പറയുന്നു. സൈനബ ചേച്ചി ഇപ്പോൾ ഉത്തമ ഹിന്ദുവാണല്ലോ. ആവശ്യമുള്ളതൊന്നും കാണാൻ മെനക്കെടാത്ത ചേച്ചിയമ്മ ഇതൊന്നും കാണാറുമില്ല, കണ്ടാൽ കണ്ടതായി പറയാറുമില്ല. നൊട്ടോറിയസ് ക്രിമിനലുകൾക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ചേച്ചിയമ്മയുടെ ശപഥം. 20 ലക്ഷം പറ്റിച്ച തരികിട വൈസ് പറയുന്നത് കേട്ടില്ലേ? എൻ്റെ പേരിൽ തന്ന കേസിൽ തരുമ്പും സത്യമില്ല എന്ന് കണ്ടെത്തിയ കേരള പോലീസിനും ഫയർഫോഴ്സിനും അതിൻ്റെ തലപ്പത്തെ ഉദ്യോഗസ്ഥർക്കും VD സതീശനുമൊക്കെ നമോഭാഗം എന്നാണ് ഈ തരികിട ആരെയും പറ്റിച്ച് ജീവിക്കുന്ന പെണ്ണുപിള്ള പറയുന്നത്. എല്ലാ തെളിവും കോടതിയിലിരിക്കുകയാണ്. തെളിവുകളടക്കം 20 ലക്ഷത്തിൻ്റെ ചെക്ക്, പിന്നെ ഫോട്ടോഗ്രാഫുകൾ, ബാങ്കിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇരിക്കുകയാണ്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാവർക്കും എൻ്റെ നമോഭാഗം, എന്നോടൊപ്പം നിന്നല്ലോ നിങ്ങളെല്ലാം. ഇവളുമാരുടെ എന്ത് താന്തോന്നി തരവും ചിത്രീകരിച്ച് കൊടുക്കാൻ കുറേ യൂട്യൂബർമാരും 10 കോടി രൂപയ്ക്ക് അൻസിബയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യും എന്നാണ് പുതിയ ഭീഷണി. അത് എണ്ണ തൊടാതെ വിഴുങ്ങാൻ കുറേ മണ്ടന്മാരായ യൂട്യൂബർമാരും. ആരെ വലിപ്പിച്ച് കാശടിക്കാമെന്ന് റിസർച്ച് ചെയ്ത് നടക്കുന്ന, ക്രിമിനൽ കേസ് മറച്ചുവെച്ച് അമ്മയിൽ ഭരണം നടത്തുന്ന, ആരെയും കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനേക്കാൾ മോശമായി വിളിക്കുന്ന ഈ അവതാരം 10 കോടിക്ക് മാനമില്ലാത്ത നഷ്ടക്കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. 10 കോടിക്ക് മാനനഷ്ടത്തിന് കോടതിയിൽ പോകണമെങ്കിൽ 10% കോടതി കെട്ടിവെക്കണം. അപ്പോൾ 1 കോടി രൂപ കെട്ടിവെക്കണം കോടതിയിൽ. എൻ്റെ വക്കീലാണ് വക്കീൽ. ദേഹം മുഴുവൻ മഴയത്തൊന്നും ഇറങ്ങാൻ നോക്കില്ല, മിന്നലടിച്ചാൽ കത്തിപ്പോവും, അങ്ങനത്തെ സാധനങ്ങളാണ് ദേഹം മുഴുവൻ ഇട്ടിരിക്കുന്നത് ആ വക്കീൽ. ഏറ്റെടുത്ത എല്ലാ കേസും തോറ്റ ചരിത്രമുള്ള വക്കീൽ. ഫസ്റ്റ് സാധനത്തിനാണ് ചേരുമ്പടിയല്ലേ ചേരൂ.
എൻ്റെ വക്കീൽ 10 കോടി രൂപയുടെ കേസ് കൊടുക്കാൻ തീരുമാനിക്കുക, ഞങ്ങൾ കൊടുക്കും, അവളെ അകത്താക്കും എന്നൊക്കെ പറയുന്നുണ്ട് വാചമടിച്ച്. അപ്പോൾ 1 കോടി രൂപ കോടതി കെട്ടിവെക്കണം. ആ 1 കോടി രൂപ കോടതി കെട്ടിവെക്കുന്നതിനേക്കാൾ 20 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ കോടതിയിൽ ഒരു നിർമ്മാതാവ് കൊടുത്തിരിക്കുന്ന ക്രിമിനൽ സിവിൽ കേസിൽ നിന്ന് ഊരിപ്പോകാം ഈ മഹിതയ്ക്ക്. ആ കക്ഷിയാണ് 20 ലക്ഷം പേര് 200 രൂപ കയ്യില്ല. ആ കക്ഷിയാണ് 1 കോടി കെട്ടിവെച്ച് അൻസിബയെ 10 കോടിക്ക് തീർക്കാൻ നോക്കുന്നത്. ഇത് വിഴുങ്ങാൻ കുറേ യൂട്യൂബർമാർ കൊണ്ട് നടക്കുകയാണ്. ചേച്ചി 10 കോടി രൂപ കേസ് അൻസിബയ്ക്കെതിരെ കൊടുക്കുകയാണ്, തൂക്കിക്കൊല്ലും എന്നൊക്കെയുള്ള രീതിയിൽ. മാനനഷ്ടം എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെങ്കിലും, അങ്ങനെ അതിൻ്റെ അർത്ഥമെങ്കിലും അറിയേണ്ട ആദ്യമെന്നാണ് ഈ മഹതിയോട് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ മാന്യരെന്ന് ധരിക്കുന്ന, എന്നാൽ ആരോടും ഇല്ലാത്ത, അതൊട്ടുമില്ലാത്ത, ഈ മാന്യത ഉള്ളവരെന്നാണ് നമ്മൾ കരുതുന്നത്, അതൊട്ടുമില്ലാത്ത കുറച്ച് സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും സിനിമകളിൽ ഈ മഹതി സഹകരിച്ചിരുന്നു, നന്നായി തന്നെ സഹകരിച്ചിരുന്നു. കുറേ കൂതറ നടന്മാരുടെയും ഗുഡ് ബുക്കിൽ ഈ ഭവതിയുണ്ട്. ഇവരിൽ നിന്നെല്ലാം കൂടി ഒരു 1.5 കോടി പിരിക്കാനായാൽ 1 കോടി മാനനഷ്ടത്തിന് കോടതിയിലും 20 ലക്ഷം മറ്റേ കേസുകാരനും കൊടുത്ത് ഊരുകയും ചെയ്യാം. കുറച്ചു കാലം എന്താ പറയുക, ഹോട്ടലിൽ നിന്ന് ചാളയും ചോറും എന്താ പറയുക തിന്നാനുമാകും. അതിനു വേണ്ടിയാണോ ഈ 10 കോടിയുടെ കേസ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പം നമ്മളെ ഇപ്പം നടികളെയൊക്കെ കൊണ്ടുവന്ന് നിരത്തി നിർത്തി തുണിക്കച്ചവടം നടത്തുന്ന ഒരു മുതലാളി സ്ഥാനാർത്ഥിയാക്കിയല്ലോ, അതിൽ വോട്ട് പോലും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ ഭവതി തെറിച്ചു പോയത്. ആ മുതലാളിയുടെയൊക്കെ ചോദിച്ചാൽ ഒരു 1 കോടി രൂപയൊക്കെ ചിലപ്പോൾ കൊടുക്കും. കാരണം ഈ ഭവതിയെ കണ്ടാൽ കൊടുത്തു പോവും. പിരിവിനിറങ്ങുമ്പോൾ കൊടുത്തില്ലെങ്കിൽ തൻ്റെ കഥകൾ ഞാനങ്ങ് പറയുമെന്ന് ഒരടി അടിച്ചാൽ പേടിത്തൂറുകൾ അപ്പോൾ പൈസ വെച്ച് നീട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കഥകൾ ഇഷ്ടം പോലെ കൈ കാണുമേ. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ ACPക്ക് നന്ദി പറയുന്നതുകൊണ്ട് അദ്ദേഹം എന്ത് നെറുകേടിനും കൂട്ടുനിൽക്കുമോ എന്ന് എനിക്കറിയില്ല. ഇതുപോലുള്ള വേതാളങ്ങളെ ഒരു വരയ്ക്കപ്പുറം നിർത്തിയില്ലേ വെറുതെ മനസമാധാനവും മാനവും പോകുമെന്ന് ACP മനോജ് സാറൊക്കെ ഓർത്താൽ നല്ലത് എന്ന് ഞാൻ പറയുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും പറയുകയാണ്. ഇതുപോലുള്ള അലവലാദികളുമായി ചങ്ങാത്തം കൂടിയാൽ നിങ്ങൾക്കിപ്പോൾ മനസമാധാനത്തോടെ കുടുംബത്തോടെ കഴിയുന്നുവെങ്കിൽ ആ കുടുംബം കോഞ്ഞാട്ടയാകും, നിങ്ങളൊരു റസൂൽ പൂക്കുട്ടിയായി മാറും എന്നാണ് എനിക്ക് ഈ ACPയോട് പറയാനുള്ളത്. കാര്യസാധ്യതനായി വന്ന് കിണിച്ചോണ്ട് നിൽക്കും, ഇങ്ങനെ കിണിച്ചോണ്ട് നിൽക്കും. ട്രാപ്പിൽപ്പെട്ടാൽ ഊപ്പാട് വരും സാറേ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാനൊക്കെ ആരാധനയോടെ കണ്ടിരുന്ന ഒരു മുൻ മന്ത്രി സഖാവ് റെയിൻകോട്ട് വാങ്ങിക്കൊടുത്ത ഒരു പെണ്ണുമ്പിള്ള പോലീസുകാരുടെ എത്ര കോടിയാണ് വിഴുങ്ങിയത് എന്ന് ഈ ACP അന്വേഷിക്കുന്നത് നല്ലതാണ്. എത്ര ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കുടുംബം തകർത്തു എന്നും അന്വേഷിക്കുക. എത്ര SIമാർക്ക് മുകളിലുള്ള ഓഫീസേഴ്സ് ജീവിതം അവസാനിപ്പിച്ചു എന്നും നമ്മളെ ഈ തൃപ്പൂണിത്തുറ ACP അന്വേഷിക്കുന്നത് നല്ലതാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മനോജ് സാറേ. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പാർട്ടി സഖാവായിരുന്ന മുൻ മന്ത്രിയായ വലിയ ട്രേഡ് യൂണിയൻ നേതാവായ ഒരുത്തൻ, ഒരു അലവലാതി, ഒരു റെയിൻകോട്ട് വാങ്ങിച്ചു തരാൻ മോളെ, ആ റെയിൻകോട്ട് വിട്ട് രാവിലെ ഇങ്ങ് പോരെ, എനിക്കിങ്ങ് മുട്ടിയിരിക്കണമെന്ന് പറഞ്ഞ് ഇവളെ വിളിച്ച് ഒരു ഓഡിയോയിൽ പറഞ്ഞാണല്ലോ. ആ ഓഡിയോ വെച്ചാണല്ലോ ഇപ്പോൾ അയാളെ ട്രാപ്പ് ചെയ്ത് 1 കോടി രൂപയിലധികം വാങ്ങിയെന്ന് പറയുന്നു. കേരളത്തിലെ മുഴുവൻ പോലീസുകാരിലും അല്പസ്വല്പം വീക്ക്നെസ് ഉള്ളവന്മാരെയൊക്കെ ട്രാപ്പിലാക്കി ഹണി ട്രാപ്പ് നടത്തി കോടിക്കണക്കിന് രൂപ പിരിച്ചെന്നാണ് പറഞ്ഞത് ആ പെണ്ണുപിള്ള. അതുപോലെ താങ്കൾ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് നിഷ്പക്ഷമായി കേസ് അന്വേഷിക്കാതെ താങ്കൾ ഒരു പക്ഷം പിടിച്ചു പോയാൽ താങ്കളുടെ കുടുംബത്തെയും കോഞ്ഞാട്ടയാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരിക്കൽ വീണുപോയാൽ തീർന്നു ജീവിതം. വരയിൽ നിർത്തി താങ്കളുടെ ചോര കുടിക്കും ഈ വടയക്ഷി. പേഴ്സണലി ഡിസോർഡർ എന്ന ഒരു രോഗമാണത്രേ ഈ പെണ്ണുമ്പിള്ളയ്ക്ക് ഉള്ളതെന്ന് പറയുന്നു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഡിസോർഡർ ആയത് ചിന്തകളാണ് എന്ന് ഞാൻ പറയും. ആരെ പറ്റിക്കാം, ഇനി ആരെ പറ്റിക്കാം എന്ന ചിന്തകൾ മാത്രമാണ് ഡിസോർഡറായ ഈ ഭൗതിക്കുള്ളത്. അല്ലാതെ നേരെ വാ നേരെ പോ എന്നുള്ള ഒന്നുമില്ല. എന്തായാലും ശരി, അമ്മയിലെ ഒരു ക്രിമിനൽ പക്ഷത്തിന് കഥയുണ്ടാക്കുന്ന ആ യൂട്യൂബർക്കെതിരെ മാലാ പാർവതിയുടെ മാനനഷ്ട കേസ് വരികയാണ്. മറ്റേ സത്യഭാമയെ പോലെ 10 കോടിയുടെ ഉണ്ടല്ല വെടി മാലാ പാർവതി വയ്ക്കുന്നില്ല. പടങ്ങളില്ല, വരുമാനമില്ല, എൻ്റെ കാശുമില്ല എന്ന് മാല
പരിതപിക്കുന്നതായി എന്നോട് കാര്യങ്ങൾ പറയുന്ന ഒരു അമ്മയുടെ മെമ്പർ പറഞ്ഞു. അതിനാൽ തന്നെ മാലാ പാർവതി 5 ലക്ഷം രൂപയുടെ മാനനഷ്ട കേസാണ് ഫയൽ ചെയ്യുന്നത്. 5 ലക്ഷത്തിൻ്റെ 10%, 50,000 രൂപ കടം വാങ്ങിയെങ്കിലും കോടതിയിൽ കെട്ടിവെക്കും. ഉറപ്പായിട്ട് ഞാൻ ഈ കേസിൻ്റെ പിന്നാലെ പോകുന്നവരെ അടിച്ചു പറയുന്നു അത്രേ. കേസ് ജയിക്കും, ഉറപ്പാണ്. 5 ലക്ഷം കിട്ടിയാൽ ഞാൻ കെട്ടിവെക്കുന്ന 50,000 രൂപ മാത്രം എനിക്ക് മതി. ബാക്കി ഈ 5 ലക്ഷം രൂപയും പത്തനാപുരം ഗാന്ധി ഭവനിൽ സംഭാവനയായി നൽകാനാണ് മാലാ പാർവതിയുടെ തീരുമാനം. അതൊരു നല്ല തീരുമാനമാണെന്ന് ഞാൻ പറയും. ഇതിനിടയിൽ വരുന്ന ഒരു വാർത്ത അമ്മയെ കെടുകാര്യസ്ഥത കൊണ്ടും സ്വജന പക്ഷപാതിത്വം കൊണ്ടും നിലവാരമില്ലാത്ത വർത്തമാനവും ചീത്തവിളിയും കൊണ്ട് പൊതുസമൂഹത്തിൽ മോശക്കാരായ അമ്മ ഭരണകർത്താക്കൾ ജനറൽ ബോഡിയിൽ രാജിവെക്കണമെന്നാവശ്യപ്പെടാൻ ഒരു പ്രബലമായ ഗ്രൂപ്പ്, ഒരു പക്ഷം തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് അറിയുന്നു. ഒരാളോ 2 പേരോ അല്ല, മുഴുവൻ ഭരണക്കാരും, അതായത് 17 പേരും രാജിവെച്ച് പുതിയ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ജനറൽ ബോഡിയിൽ പറയും. അതിന് മുതിരാതെ കുറ്റക്കാരെ സംരക്ഷിച്ച് അൻസിബയെ ബലിയാടാക്കാൻ തീരുമാനിച്ചാൽ ഓരോരുത്തരായി അമ്മയുടെ അംഗത്വം രാജിവെക്കാനായി പ്രബലമായ ഒരു ഗ്രൂപ്പ് തീരുമാനമെടുത്തിരിക്കുന്നു. മാക്ട ഫെഡറേഷൻ എന്ന തൊഴിലാളി സംഘടനയെ തൻ്റെ വരുതിയിലാക്കി ഇഷ്ടമല്ലാത്ത, തനിക്ക് ഡേറ്റ് തരാത്ത ദിലീപിനെ ഒതുക്കാൻ പരിപാടികൾ സംഘടിപ്പിച്ച് ശ്രീനിവാസൻ നായകനായ സിനിമയുടെ സെറ്റിലെ കാറുകളുടെ ബ്രേക്ക് അഴിച്ചുവിട്ടു. മമ്മൂട്ടി നായകനായ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അക്രമം അഴിച്ചുവിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അവസാനം ദിലീപ് ഡേറ്റ് കൊടുത്തിട്ട് നീട്ടിയ കാരണം പറഞ്ഞ് തുളസീദാസ് എന്ന് പറഞ്ഞ സംവിധായകനെ മുന്നിൽ നിർത്തി ചിലർക്ക് ഭാര്യമാരെ കൂട്ടിക്കൊടുത്തായാലും സിനിമ ചെയ്താൽ മതിയെന്ന് പ്രസംഗിച്ച് മാക്ട ഫെഡറേഷനെ തകർച്ചയിൽ എത്തിച്ചതും ഒരു ഷീറ്റ് പേപ്പറിൽ തൻ്റെ രാജി രഞ്ജിത്ത് എന്ന സംവിധായകൻ എഴുതി കൊടുത്തതോടെയാണല്ലോ മാക്ട ഫെഡറേഷൻ കടപുഴകി വീണതും ഫെഫ്കയുടെ രൂപീകരണവും. അമ്മയും ചിലപ്പോൾ ആ വഴിയെ പോകാൻ സാധ്യത രൂപം കൊള്ളുകയാണ് അണിയറയിൽ എന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു കൂട്ടം അമ്മ അംഗങ്ങൾ ഓരോരുത്തരായി പരസ്യമായി പ്രതിഷേധം പ്രകടിപ്പിച്ച് രാജിയിലേക്ക് പോയാൽ അമ്മയുടെ നിലനിൽപ്പ് പ്രശ്നമാകാം. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ് മുതലായവർ നമുക്ക് ഒരു ചെറു സംഘടനയിലേക്ക് വഴിമാറാം, അതിൻ്റെ കാര്യങ്ങൾ ഇടവേള ബാബുവിനെ ഏൽപ്പിക്കാം, അമ്മയ്ക്ക് താല്പര്യം കുറഞ്ഞ മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ്, ദേവൻ തുടങ്ങിയവരെയും കൂടെ കൂട്ടാം എന്നോ മറ്റോ ഈ പ്രബലർ തീരുമാനിക്കുകയായാൽ അമ്മ ഭാർഗവി നിലയം പോലെ ഒരു വലിയ കെട്ടിടം വച്ച് നൊട്ടോറിയസ് ക്രിമിനലുകളുടെ ആവാസ കേന്ദ്രമായി മലയാള സിനിമയിൽ നിന്ന് ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. അതിനുള്ള പടപ്പുറപ്പാടാകാം അമ്മയിലെ രാജി തുടങ്ങിയാൽ എന്നത് ഓർക്കേണ്ടവർ ഓർത്താൽ നല്ലത് എന്ന് ഞാൻ പറയും. എനിക്ക് അൻസിബയെ പരിചയമില്ല, പക്ഷേ എനിക്കറിയാവുന്ന അമ്മ മെമ്പർമാരോട് തിരക്കിയപ്പോൾ നല്ല സംഘടനാ പാഠവുമുള്ള, എല്ലാവരോടും നന്നായി പെരുമാറുന്ന കുട്ടിയാണ് അൻസിബ എന്നാണ് അവരൊക്കെ എന്നോട് പറഞ്ഞത്. ഈ ഭരണസമിതിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എന്നാൽ നന്നായി വർക്ക് ചെയ്യുന്ന അൻസിബയ്ക്കെതിരെ നടപടി, അതായത് പുറത്താക്കൽ വന്നാൽ അമ്മയുടെ 16 അടിയന്തരം ഉറപ്പാകുമെന്ന് തന്നെ പറയാം. അതും ഒരു പക്ക ക്രിമിനലിൻ്റെ വീമ്പ് പറച്ചിലിൽ നിന്നാകുമ്പോൾ പ്രശ്നങ്ങൾ ശമിക്കാനിടയില്ല. കമ്മിറ്റിക്കകത്ത് വ്യക്തമായി പക്ഷം പിടിക്കാതെ നിഷ്പക്ഷമായി കാര്യങ്ങൾ തുറന്നു പറയും എന്ന് കരുതിയ ജോയി മാത്യു പോലും അഴകുഴമ്പൻ സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനാകും VD സതീശനിലൂടെ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിനാലാകണം ആരെയും പിണക്കി തൻ്റെ വഴി അടയ്ക്കണ്ട എന്ന് ജോയ് മാത്യു നിലപാടെടുത്തത് എന്നാണ് അയാളിൽ നിന്നും പ്രതീക്ഷിച്ച നിർദ്ദേശങ്ങളൊന്നും വരാത്തതിൽ നിന്നും പറയുന്നത്. പക്വതയില്ലാത്തവരാണ് അമ്മ ഭരിക്കുന്നതെന്ന ഒറ്റ കമൻറ്റിൽ ജോയ് മാത്യു അമ്മയിലെ ഈ ഇഷ്യൂ അങ്ങ് അവസാനിപ്പിച്ചു. അപ്പോൾ ആ പക്വതയില്ലാത്തവരിൽ ജോയി മാത്യുവും പെടില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ബാക്കിയുള്ളവർക്കെല്ലാം പക്വത കുറവുണ്ട്, എനിക്ക് പക്വതയുണ്ടെങ്കിലും ഭൂരിപക്ഷം അല്ലാത്തവർ ആയതിനാൽ ഞാൻ ഇടപെടില്ല എന്നാണോ കരുതേണ്ടത്? വായ തുറന്നാൽ വിവരക്കേടും സ്വജനപക്ഷപാതപരവുമായി സംസാരിക്കുമെങ്കിലും ജോയി മാത്യുവിന്
മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപിമാരുമായി നല്ല അടുപ്പമുള്ളതല്ലേ? താങ്കൾ മുൻകൈ എടുക്കേണ്ടതല്ലേ? ചലച്ചിത്ര അക്കാദമി ചെയർമാനൊക്കെ സെക്കൻഡറിയായി കരുതി ജോയ് മാത്യു ഇറങ്ങണം ഇക്കാര്യത്തിൽ എന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ ഞാൻ ജോയ് മാത്യുവിൻ്റെ ഗുഡ് ബുക്കിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഇതൊന്നും പറയാൻ കഴിയില്ല. ഞാൻ കരുതിയത് മല്ലിക സുകുമാരൻ നിഷ്പക്ഷമതിയായി സീനിയർ നടി എന്ന ലെവലിൽ ഉയരും എന്നാണ്. സദാ പൃഥ്വിരാജിനെ അമ്മക്കാർ വിമർശിച്ചു, നടപടിയെടുത്തു, അവൻ്റെ അച്ഛൻ സുകുമാരനെ മാറ്റി നിർത്തി എന്നൊക്കെയുള്ള പരിഭവം പറച്ചിലും ചിലരെ ടാർഗറ്റ് ഇട്ട് എതിരാളികളുടെ പക്ഷം പിടിക്കുന്ന ലെവലിൽ പോയി മല്ലിക ചേച്ചി. അപ്പം പിന്നെ മധ്യസ്ഥയാകാനോ മല്ലികയുടെ നേതൃത്വത്തിൽ ഒരു അഡ്വോക്കേറ്റ് കമ്മിറ്റി വന്നാലോ നിഷ്പക്ഷമാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അമ്മയുടെ അംഗങ്ങളല്ലാത്ത, നിരുത്തരവാദപരമല്ലാതെ നിഷ്പക്ഷമായി ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന സിനിമാ സമൂഹത്തിലെ നല്ല 4-5 പേരെ കണ്ടെത്തി ഒരു അഡ്വോക്കേറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയാൽ പ്രശ്നങ്ങൾ ഭംഗിയായി പരിഹരിക്കാനാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാറ്റ ഫെഡറേഷനെ പൊളിച്ചടുക്കിയപ്പോൾ നിർമ്മാതാക്കളുടെ നേതാക്കളും നിർമ്മാതാക്കളുടെ സംഘടനയുടെ നേതാക്കളും അമ്മയിലെ സംഘടനയിലെ പ്രബലരും ഫെഫ്ക രൂപീകരിക്കാൻ ഇടപെടുകയും പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നല്ലോ. അതുപോലൊരു കമ്മിറ്റി രൂപീകരിക്കാം പ്രശ്നം പരിഹരിക്കാൻ. 21-ാം തീയതിയിലെ ജനറൽ ബോഡി ഉറപ്പായിട്ടും സങ്കീർണമാകാം, പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാതെ നീളുകയുമാകാം. പ്രത്യേകിച്ച് മമ്മൂട്ടി അടക്കമുള്ള പ്രബലർ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുക കൂടിയായാൽ ചക്ക കുഴയുന്നത് പോലെ കാര്യങ്ങൾ കുഴയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേന്ദ്ര മന്ത്രിസ്ഥാനത്ത് നിന്ന് സുരേഷ് ഗോപി പടിയിറങ്ങും എന്ന് ഏതാണ്ട് ഉറപ്പായി. AK ആൻ്റണിയുടെ മകനായിരിക്കും അടുത്ത തമാശക്കാരൻ. അതെന്ത് കുന്തമാവട്ടെ, സുരേഷ് ഗോപിയെ ഈ പറഞ്ഞ പ്രബല ഗ്രൂപ്പുകാർ പറഞ്ഞാൽ 5 അംഗ അഡ്വോക്കേറ്റ് കമ്മിറ്റി തലവനാകാൻ അദ്ദേഹം സന്നദ്ധനാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇടവേള ബാബുവിനെ കൂടി സുരേഷ് ഗോപിയെ സഹായിക്കാൻ കൂട്ടിയാൽ അമ്മയ്ക്ക് ഗുണമല്ലാതെ ദോഷം വരാനിടയില്ല. മോഹൻലാൽ നിർബന്ധിച്ചാൽ സുരേഷ് ഗോപി കേൾക്കാതിരിക്കുകയുമില്ല. ഒരുപാട് എതിർപ്പുകളുണ്ടെങ്കിലും മന്ത്രി MLA സ്ഥാനങ്ങൾ പോയ KB ഗണേഷ് കുമാറിനെ എഴുതിത്തള്ളറായിട്ടില്ല. വിളിക്കണം സംഘടനയുടെ നിലനിൽപ്പിനായി എന്ന് ഞാൻ പറയും. ഇതിനിടയിൽ മറ്റൊരു കുറുമുന്നണിയുടെ നീക്കം നടക്കുന്നത്രേ. ധ്യാൻ ശ്രീനിവാസനെ ചെയർമാനാക്കി ഇടവേള ബാബുവിനെ ജനറൽ സെക്രട്ടറിയാക്കി ഒരു ടീം വന്നാൽ വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി, ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, അജു വർഗീസ് തുടങ്ങി അമ്മയിൽ സജീവമല്ലാത്തവരെ അതിലേക്ക് അടുപ്പിക്കാനാവും എന്നാണ് ധ്യാൻ ശ്രീനിവാസന് വേണ്ടി നീങ്ങുന്നവരുടെ പക്ഷം. ശ്വേത മേനോൻ, ലക്ഷ്മി പ്രിയ, ടിനി ടോം എന്ന 3 അംഗ അച്ചുതണ്ടാണ് ഈ കാലയളവിൽ സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് ഒരു പ്രബല ഗ്രൂപ്പ് കരുതുന്നത്. വാക്കും പ്രവൃത്തിയുമായി അജഗജാന്തര ബന്ധമില്ലാത്ത ശ്വേതയ്ക്ക് സംഘടനയെ അംഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തിനധികം പല ചേരികളിലാക്കി അമ്മയുടെ കെട്ടുറപ്പിനെ നശിപ്പിക്കുന്ന കൊച്ചിയിലെ ആ യൂട്യൂബറെ നിലയ്ക്ക് നിർത്താൻ പോലും കഴിയുന്നില്ല ശ്വേതയ്ക്ക്. പകരം നിശബ്ദ പിന്തുണ ഈ യൂട്യൂബർക്ക് നൽകുന്നു എന്നാണ് ഒരു പ്രബല വിഭാഗം വിശ്വസിക്കുന്നത്. അവൻ മെമ്മറി കാർഡ് വിവാദം പൊക്കിക്കൊണ്ടുവന്ന് കുക്കു പരമേശ്വരനെ ദുർബലമാക്കാൻ ശ്രമിച്ചപ്പോൾ പോലും പ്രസിഡന്റ് ശ്വേത ആ വഴി തടയാൻ ശ്രമിച്ചില്ല. അതാണ് ശ്വേതയും കുക്കുവും മാനസികമായി അകലാൻ പ്രധാന കാരണം എന്നാണ് അറിയുന്നത്. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ നിശബ്ദത അമ്മയുടെ കെട്ടുറപ്പിനെ സാരമായി ബാധിക്കും വിധമായി മാറി എന്നതാണ് ഒരു സത്യമാണ്. ബ്രാൽ മീനുകളെപ്പോലെ, ബ്രാൽ എന്ന് പറഞ്ഞൊരു മീനുണ്ടല്ലോ ഇങ്ങനെ കായലിൽ കിടക്കുന്നത്, വഴുതി പോകണം, പിടിച്ചാൽ കിട്ടില്ല. ബ്രാൽ മീനുകളെപ്പോലെ നിറഞ്ഞു അമ്മ സംഘടന എന്നാണ് അമ്മ അംഗമായ ഒരു അഭിനേത്രി എന്നോട് പറഞ്ഞത്. എല്ലാം ബ്രാൽ മീനുകളാണ് ദിനേശ്, പിടിതരില്ല, വഴുതി പോവും. അപ്പോൾ ആര് എവിടെ നിൽക്കുന്നു, എന്താണ് ഇവരുടെ നിലപാട് എന്നൊന്നും അറിയാൻ ഒരു വഴിയും ഇല്ലാതാകുന്നു. ബ്രാൽ മീനുകളുടെ സംഘടനയാണ് അമ്മ എന്ന് വിളിക്കണം. വേണമെങ്കിൽ അമ്മ എന്ന പേര് കാലഹരണപ്പെട്ടതിനാൽ ബ്രാൽ എന്നാക്കാം പുതിയ സംഘടനയുടെ പേര്. അനാരോഗ്യം പ്രശ്നമല്ല എങ്കിൽ ബാലചന്ദ്രൻ മേനോനെ അമ്മയുടെ ചെയർമാനാക്കണം. ഷൂട്ടും തിരക്ക് പ്രശ്നമല്ല എങ്കിൽ ജഗദീഷിനെ ചെയർമാനാക്കാം. ദേവനെയും അയോഗ്യനായി കാണേണ്ട ആളല്ല.
എന്തായാലും നാരികളുടെ ഭരണം ഇതോടെ അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല എന്ന് 1 വർഷം തികയും മുമ്പ് തരണീമണികൾ തെളിയിച്ചു കഴിഞ്ഞു. നനച്ചിരിക്കാതെ മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ സിനിമാക്കാരെ മൊത്തത്തിൽ നാറ്റുന്ന ഒരു ടീമാണ് വരുന്നതെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ജഗദീഷും ദേവനും നാസർ ലത്തീഫും ഒക്കെ ആയിരുന്നു വിജയിച്ച് വന്നിരുന്നതെങ്കിൽ ഇത്രയും തറ ലെവലിലേക്ക് അമ്മ പോകില്ലായിരുന്നു. ജനറൽ ബോഡിയിൽ നടപ്പാക്കാനായി ഇപ്പോൾ തീരുമാനിക്കുന്നത് 17 എക്സിക്യൂട്ടീവ് അംഗങ്ങളും ജനറൽ ബോഡിയിൽ വായില്ലാ കുന്നിൽ അപ്പന്മാരെ പോലെ മൗനി ബാബകൾ ആയിരുന്നാൽ മതി, ജനറൽ ബോഡി സംസാരിക്കട്ടെ എന്നാണ്. ഇതെങ്ങനെ ശരിയാവും? 17 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരും കമാന്നൊരക്ഷരം വാ തുറക്കണ്ട എന്നാണ് തീരുമാനമെടുക്കാൻ പോണത്. പരാതിക്കാരായ അപ്പോൾ നീന കുറുപ്പിനും അൻസിബയ്ക്കും ടിനി ടോമിനും ലക്ഷ്മിപ്രിയയ്ക്കും ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അവരെല്ലാം മൗനി ബാബകളായിട്ടിരിക്കും. ബാക്കി ജനറൽ ബോഡി സംസാരിക്കട്ടെ എന്നാണ് തീരുമാനമെടുക്കാൻ പോകുന്നതെന്ന് പറയുന്നു. എന്നെ ഒരു ഭരണ സമിതിക്കാരി കുലടേ, ദ്രോഹി, പിച്ചക്കാരി, നീ ആരാടി അമ്മയിലെ റിഹേഴ്സലിൽ തീരുമാനങ്ങൾ എടുക്കാനെന്ന് ചോദിച്ച്, നീ ഏത് കോപ്പിലെ നടിയാടി, ഞാൻ ഉറശിപ്പട്ടം കിട്ടിയ നടിയാടി എന്നൊക്കെ പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയ മര്യാദക്കാരിയെപ്പറ്റി അനുഭവസ്ഥരായ നീനാക്കുറുപ്പിന് ജനറൽ ബോഡിയിൽ സംസാരിക്കണ്ടേ? കേട്ടുകേഴ്വിയില്ലാത്ത ഒരു അമ്പല കമ്മിറ്റി അമ്മയുടെ ഒരു പ്രോഗ്രാം 75 ലക്ഷം രൂപയ്ക്ക് സ്പോൺസർ ചെയ്തതും സ്പോൺസർ ചെയ്തയാൾ കേരള രാഷ്ട്രീയത്തിൽ കാണിച്ചിട്ടുള്ള തരികടകളെ പറ്റിയും തുറന്നു പറയണ്ടേ അൻസിബയ്ക്ക്? ഞാൻ ചോദിച്ചാൽ 75 ലക്ഷമല്ല 2 കോടി വേണമെങ്കിലും ദല്ലാൽ നന്ദകുമാർ തരുമെന്ന് പരസ്യമായി പറഞ്ഞ പ്രസിഡന്റ് ശ്വേതാ മേനോൻ അമ്മയുടെ പ്രോഗ്രാം ഒരു അമ്പല കമ്മിറ്റി, അതും ഗുരുവായൂരോ ശബരിമലയോ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമോ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമോ അല്ലാത്ത, അത്രയും പ്രശസ്തമല്ലാത്ത ഒരു ക്ഷേത്ര കമ്മിറ്റി സ്പോൺസർ ചെയ്യാനുള്ള എന്ത് കാര്യമാണുള്ളതെന്നും 30 ലക്ഷം തന്ന സ്പോൺസർ 45 ലക്ഷം എന്ന് തരും എന്ന് വിശദമാക്കാനുള്ള ഉത്തരവാദിത്വം ശ്വേതാ മേനോനും അത് ചോദിക്കാനുള്ള ബാധ്യത അൻസിബയ്ക്ക് മാത്രമല്ല ആ ജനറൽ ബോഡിയിലെ ഓരോ അംഗത്തിനും ഉണ്ട് എന്ന് ഞാൻ പറയും. പരസ്യമായി റിഹേഴ്സൽ നടക്കുന്നിടത്ത് അമ്മയ്ക്ക് ചേർത്ത് തെറി വിളിച്ചതും കൈ ചുരുട്ടി തീർത്ത് കളയും എന്നൊക്കെ ലോക്കൽ ചട്ടമ്പിയെ പോലെ ഒരാൾ പറഞ്ഞത് കമ്മിറ്റിയുടെ മുന്നിൽ നീനാക്കുറുപ്പ് വ്യക്തമാക്കുകയും ചീത്ത വിളിച്ചതും കൈ ചുരുട്ടി ഇടിക്കാൻ ഓങ്ങിയതുമൊക്കെ അതിൻ്റെ സത്യാവസ്ഥ വാ തുറന്ന് ടിനി ടോമും പറയണ്ടേ? ജാതിഭേദം മറന്ന് ഈ വിവാദ അമ്പലത്തിലടക്കം പോകുന്ന എന്നെ ജിഹാദി എന്ന് പരസ്യമായി പറയുകയും എൻ്റെ അമ്മയുടെ 2ാം ഭർത്താവും അമ്മയുടെ മുൻ അമ്മ സംഘടനയുടെ മുൻ പ്രസിഡൻറ്റുമായും എനിക്ക് അവിഹിതമുണ്ടെന്നും പറഞ്ഞ് പരസ്യമായി ആക്ഷേപിച്ചതിനെ പറ്റിയും അൻസിബ പറയേണ്ടേ ജനറൽ ബോഡിയിൽ? അതിന് ടിനി ടോമിന് പറയാനുള്ള വിശദീകരണം ജനറൽ ബോഡിക്ക് കേൾക്കാതിരിക്കാനാവുമോ? മതവിദ്വേഷം വളർത്തുന്നവൾ, എൻ്റെ കുടുംബം തകർക്കാൻ മെസ്സേജ് ഇട്ടവൾ എന്ന കമ്മിറ്റി അംഗമായ വനിതാരത്നം ഉയർത്തിയ വിവാദങ്ങളുടെ പശ്ചാത്തലം ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യണ്ടേ? അതിന് വിവാദമുയർത്തിയ വനിതാ രത്നത്തിൻ്റെ മറുപടി കേൾക്കണ്ടേ? ഈ കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയെ മതിലകം പോലീസ് സ്റ്റേഷനിൽ കയറ്റി 3.5 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തതും അതിൽ കഴമ്പില്ലാന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറിച്ചതും ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ കഴമ്പില്ല പരാതിയിൽ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ എഴുതിയെങ്കിൽ ആ കള്ളപ്പരാതി കൊടുത്ത മാതൃകാ വനിതയ്ക്ക് എതിരെ അൻസിബയ്ക്ക് പറയാനുള്ളത് പറയാൻ സമയം കൊടുക്കണ്ടേ? അമ്മയുടെ ശമ്പളം വാങ്ങുന്ന ഒരു സ്ത്രീ വീട്ടിൽ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുന്നതിന് അമ്മ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് തെറ്റല്ലേ? ഓഫീസിൽ പണിക്കായി അവർ വരണ്ടെങ്കിൽ അവർ ചുമ്മാ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് തെറ്റാണ്, അവർ പറഞ്ഞു വിടണ്ടേ എന്ന് ജനറൽ ബോഡി തീരുമാനിക്കണ്ടേ? ട്രഷറർ ഉണ്ണി ശിവപാൽ മോശമായി ഓഫീസ് സ്റ്റാഫിനോട് പെരുമാറിയെങ്കിൽ അയാൾക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? ഉണ്ണി ശിവപാലിനെ അമ്മയുടെ സെക്യൂരിറ്റി സ്റ്റാഫ് ആ മണ്ടം പോകാതെ ഞാൻ ഓഫീസ് പൂട്ടി എങ്ങനെ വീട്ടിൽ പോകുമെന്ന് ഫോൺ വിളിച്ച് കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ അന്ന് പറഞ്ഞു വിടേണ്ടതായിരുന്നു. അതിനെപ്പറ്റി ജനറൽ ബോഡിയിൽ വിശദീകരിക്കുകയും ചർച്ച നടത്തുകയും വേണ്ടേ? അമ്മയുടെ ട്രഷറർ പറയാണ് ആ മണ്ട കയറിയിരിക്കുന്നത് 11 മണിയായാലും വീട്ടിൽ പോകില്ല, പിന്നെ ഇയാൾ പോകാതെ ഞാൻ ഇത് പൂട്ടിക്കൊണ്ട് എങ്ങനെ പോകും എന്നൊരു സെക്യൂരിറ്റിക്കാരൻ ചോദിക്കുന്നെങ്കിൽ അവനെ അന്ന് പിരിച്ചു വിടണ്ടേ? വെൽക്കം ഡ്രിങ്ക്സും മീനും കൂട്ടി ഊണും കഴിച്ച് ഏമ്പക്കം വിട്ട് വീട്ടിൽ പോകാനാണോ ജനറൽ ബോഡി 21-ാം തീയതി കൂടുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാം അഴിച്ചാൻ കുടിച്ച ഒന്നേന്ന് എന്ന് പറഞ്ഞ കണക്ക്
ഭരണത്തിൽ കടിച്ചു തൂങ്ങാൻ ജനറൽ ബോഡി സമ്മതിച്ചാൽ അമ്മ അവിടെ തീരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അടി നൽകും ഉപകാരം, അണ്ണൻ തമ്പി നൽകില്ല എന്ന് പഴമൊഴി അമ്മയിലെ ഓരോ അംഗങ്ങളും ഓർക്കുക. കാരണം മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ദിലീപിനും ഒന്നും അമ്മയെ കൊണ്ട് ഒരു ഗുണവുമില്ല, ദോഷമല്ലാതെ. നേരെ മറിച്ച് 5000 രൂപ കൈനീട്ടം കിട്ടുന്നതും വർഷത്തിൽ 10000 രൂപ മരുന്ന് വാങ്ങാൻ ലഭിക്കുന്നതുമൊക്കെ കാത്തിരിക്കുന്ന നൂറുകണക്കിന് പേരുള്ള ഈ സംഘടന നിലനിൽക്കേണ്ടത് ഈ പാവങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെ ചക്കളത്തിൽ പോരാട്ടം നടത്തി ഗ്രൂപ്പിസം കളിച്ച് തെറി വിളിച്ച് ഇടിക്കാൻ മുട്ടുമുറുക്കി നിൻ്റെ മറ്റടുത്ത് കയറ്റി ഇടിച്ചു തരൂ എന്നൊക്കെ പറയുന്നവനെയൊക്കെ വച്ച് ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകണമോ? തൻ്റെ സഹപ്രവർത്തകയായ തൻ്റെ അനിയത്തിയോളം പ്രായമില്ലാത്ത ഒരു കുട്ടിയെ കള്ളപ്പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കയറ്റി അവിടുത്തെ വനിതാ പോലീസ് ഓഫീസറെ സ്വാധീനിച്ച് 3.5 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇവർ നമ്പിനാരായണൻ്റെ കൂടെ മറ്റേ റോക്കറ്റിൻ്റെ രഹസ്യം ചോർത്തിയ കേസാണ് അൻസിബയ്ക്കുള്ളത്. 3.5 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫുട്ടേജ് എടുക്കണ്ടേ പോലീസ് സ്റ്റേഷനിൽ നിന്ന്? എന്നിട്ട് എന്തിനാണ് ഈ വനിതാ SI ഈ പെണ്ണുമ്പിള്ളയ്ക്ക് വേണ്ടി, നൊട്ടോറിയസ് ക്രിമിനലായ ഒരു പെണ്ണുമ്പിള്ളയ്ക്ക് വേണ്ടി പക്ഷം പിടിച്ച് 3.5 മണിക്കൂർ അൻസിബയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയെന്ന് അന്വേഷിക്കേണ്ടത്? അതിന് പകരം അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്തത്രേ, ഒന്നും നടന്നിട്ടില്ല, കേസ് അതുകൊണ്ട് ചാർജ് ചെയ്യുന്നില്ല. ആ ACPക്ക് എൻ്റെ സ്വാഗതം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. തീർച്ചയായിട്ടും ഇതെല്ലാം ജനറൽ ബോഡി വിശദമായി ചർച്ച ചെയ്യണം. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനം ഈ 17 എണ്ണത്തിനെയും, ഒന്നിനെയും ഞാൻ മിച്ചം പറയുന്നില്ല, 17 പേരെയും മാറ്റി നിർത്തിയിട്ട് ഒരു അഡ്വോ കമ്മിറ്റി ഭരണം ഏറ്റെടുക്കുകയും 6 മാസത്തിനുള്ളിൽ എല്ലാം അഴിച്ചാൽ ഒന്നേന്ന് ക്ലിയർ ആക്കിയിട്ട് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി അടുത്ത 3 വർഷക്കാലം ഭരിക്കാനുള്ള അമ്മയിലെ ഭാരവാഹികളെ, നല്ല നട്ടലുറപ്പുള്ള സത്യസന്ധതയുള്ള കൂതറകളല്ലാത്ത 17 പേരെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഈ ജനറൽ ബോഡി ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അമ്മയുടെ കാര്യം ഗുവാഹോവ എന്നും ആയിപ്പോവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഈ പറഞ്ഞ ഒരാളോടും എനിക്ക് എതിർപ്പില്ല, ഒരാളും എൻ്റെ വേണ്ടപ്പെട്ടവരുമല്ല. ഞാനങ്ങനെ പക്ഷം പിടിക്കുന്ന ആളല്ല. ഞാൻ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞതാണ്. അല്ലാതെ ആ എറണാകുളത്തൊരു വായിക്കൊള്ളാത്തൊരു യൂട്യൂബറെ പോലെ അമ്മയെ പുലർക്കാനും അമ്മയെ തകർക്കാനും എന്തെല്ലാം പരദൂഷണങ്ങൾ കയറ്റിവിടാമോ അതൊന്നും കയറ്റിവിടുന്ന പോലെ ഒരാളല്ല ദിനേശ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ 5K പോലെ തന്നെ, എൻ്റെ മാക്ടിയെ പോലെ തന്നെ, എൻ്റെ ടെലിവിഷൻ പെറ്റേണിറ്റി പോലെ തന്നെ അമ്മയും നിലനിൽക്കണം എന്ന് വിശ്വസിക്കുന്ന ആശിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. വേണമെങ്കിൽ കേൾക്ക്, ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടയും പടവും മടങ്ങും എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.